മതം പൊട്ടിയ മതങ്ങൾ. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. മതപ്പാടുള്ള മതനേതാക്കളും മതവിശ്വാസികളും ഈ വീഡിയോ ഒരു കാരണവശാലും കാണരുത്. അപകടമാണ്. സകല നിയന്ത്രണങ്ങളും ഒരുപക്ഷെ പോകുവാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് എൻ്റെ ചുമതല. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു മുന്നറിയിപ്പ്. മതങ്ങളെക്കൊണ്ടും മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെക്കൊണ്ടും പൊറുതിമുട്ടിയ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്തെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയായ ശ്രീ എം മുകുന്ദന് കേരള സർവകലാശാല കഴിഞ്ഞ ദിവസം ONV പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. നല്ല കാര്യം. പക്ഷേ അവാർഡൊക്കെ സ്വീകരിച്ച് അദ്ദേഹം ആ വേദിയിൽ വെച്ച് തന്നെ ആ അപ്രിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ദൈവങ്ങൾ വേണം, പക്ഷേ മതങ്ങൾ വേണ്ടേ വേണ്ട എന്ന്. ഈ ലോകത്തെ ജീവിക്കുവാൻ കൊള്ളാത്ത വിധം അസ്വസ്ഥമാക്കിയിരിക്കുന്നു ഇത് സൃഷ്ടിക്കുന്നത് മതങ്ങൾ ആണെന്ന്. മതം പൊട്ടിയ മതങ്ങളുള്ള ഈ നാട്ടിൽ, സകലതും മതം കൊണ്ട് കാണുന്ന ഈ നാട്ടിൽ പച്ചയ്ക്ക് പബ്ലിക്കായി വിളിച്ചു പറയുവാൻ പറ്റുന്ന ഒരു കാര്യമാണോ അദ്ദേഹം ഈ പറഞ്ഞത്? കഴിഞ്ഞ 4 നൂറ്റാണ്ടിലധികമായി ഈ അപ്രിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, അതിൻ്റെ പ്രത്യാഘാതം ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പുവിന് എം മുകുന്ദൻ്റെ ഈ അപ്രിയ സത്യ വെളിപ്പെടുത്തലിനോട് എന്താണ് അഭിപ്രായമെന്ന് നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മതപ്പാടുള്ള ഒരു മതമേലധ്യക്ഷന്മാരും വിശ്വാസികളും ദയവായി ഈ വീഡിയോ കാണരുത്. ഇത് നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതല്ല. ഏവർക്കും നമസ്കാരം. ഇന്ന് പ്രസിദ്ധ എഴുത്തുകാരനായ എം മുകുന്ദൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ശ്രദ്ധേയമായ പ്രസ്താവന കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാനാണ് താല്പര്യപ്പെടുന്നത്. കേരള സർവകലാശാല അദ്ദേഹത്തിന് നൽകിയ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു ആശയം, മനുഷ്യർക്ക് മതങ്ങൾ ആവശ്യമില്ല, ദൈവസങ്കല്പം ആവശ്യമുണ്ടെങ്കിലും മതം മനുഷ്യർക്ക് ഒഴിച്ച് മാറ്റാവുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്താവുന്ന ഒരു ഘടകമാണ്. അതില്ലാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. അതില്ലായിരുന്നുവെങ്കിൽ, മതത്തിന് നാം ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി സമാധാനമായും പരസ്പര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും കഴിയുവാൻ മനുഷ്യർക്ക് കഴിയുമായിരുന്നു എന്ന ഒരു ആശയം. ഇത് നിങ്ങളുടെ എവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അത് നിലവിലിരിക്കുന്ന ധാരണകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായതുകൊണ്ട് പലർക്കും അതിനെപ്പറ്റി ഒരു പക്ഷേ ചിന്താക്കുഴപ്പമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധമായ എൻ്റെ നിലപാട് അല്ലെങ്കിൽ ചിന്താഗതി എന്താണ് എന്ന് ഏവരുമായി ഒന്ന് പങ്കിടുക മാത്രമാണ് ലക്ഷ്യം. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വയലാറിൻ്റെ ചില വരികളാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മനസ്സ് പങ്കുവച്ചു എന്ന ആ വരികൾ. എൻ്റെ അഭിപ്രായത്തിൽ വയലാറിന് 2 തെറ്റ് പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ തെറ്റ്, മതങ്ങളല്ല ദൈവങ്ങളെ സൃഷ്ടിച്ചത്. ദൈവസങ്കല്പം മനുഷ്യരിൽ ഉളവായ ശേഷം മനുഷ്യർ അവരുടേതായ വിധത്തിൽ അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ പരിമിതികളനുസരിച്ച് കാലക്രമേണ സൃഷ്ടിച്ച് വെക്കുന്ന ഒരു പ്രതിഭാസമാണ് മതം എന്നുള്ളത്. രണ്ടാമത്തെ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനല്ല മതങ്ങൾ സൃഷ്ടിച്ചത്, പുരുഷനാണ് മതങ്ങൾ സൃഷ്ടിച്ചത്. ഇത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യരാരും മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. മതങ്ങളെ സൃഷ്ടിച്ചത് മുഴുവനും പുരുഷന്മാരാണ്. ഇതറിയാതെ മതത്തിൻ്റെ സ്വഭാവം എന്താണ് നമുക്ക് തിരിച്ചറിയാൻ സാധ്യത. ഇന്നും മതങ്ങളെന്ന് പറയുന്നത് പുരുഷ മേൽക്കോയ്മയുടെ കീഴി രംഗങ്ങളാണ്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്കാരങ്ങളിൽ ആണത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്താണ് എന്ന സങ്കല്പത്തെ ആശ്രയിച്ചാണ് മതം എപ്രകാരം പ്രവർത്തിക്കണം. ഉദാഹരണമായിട്ട്, മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുരുഷൻ്റെ കയ്യൂക്ക് വേണം, ആയുധബലം വേണം എന്ന ചിന്ത ഉണ്ടാകാൻ കാരണം
മതങ്ങൾ സൃഷ്ടിച്ചത് പുരുഷനാണ്, മനുഷ്യനല്ല എന്നതുകൊണ്ടാണ്. മനുഷ്യത്വത്തിൻ്റെ സ്വഭാവം ആയുധത്തെ ആശ്രയിക്കുക എന്നുള്ളതല്ല. മനുഷ്യത്വത്തിൻ്റെ സ്വഭാവം മനുഷ്യനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. എൻ്റെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ സഹജീവികളില്ലാതെ, അവരെ സ്നേഹിക്കാനുള്ള അവസരവും അവകാശവും ഇല്ലാതെ എനിക്കൊരു ദിവസം പോലും ജീവിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രവുമല്ല, മനുഷ്യർ സൃഷ്ടിച്ച എല്ലാ ലേബലിനും അപ്പുറത്ത് കടന്ന്, മനുഷ്യർ വരച്ചിട്ടുള്ള എല്ലാ വരകൾക്കും സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മതിലുകൾക്കും അപ്പുറത്ത് കടന്ന് സ്വതന്ത്രമായ എല്ലാ സഹജീവികളെയും സ്നേഹിക്കണം. അതാണ് എൻ്റെ മനുഷ്യത്വത്തിൻ്റെ വിശപ്പും ദാഹവും. അത് പുരുഷത്വത്തിൽ ആ വിശപ്പും ദാഹവും ഒന്നുമില്ല. പുരുഷത്വത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനും സ്വന്തം ഇംഗിതത്തിന് അവരെ അടിമകളാക്കി സ്വന്തം താല്പര്യത്തെ കൂടുതൽ വികസിപ്പിക്കാനും മാത്രം ചിന്തിക്കുന്ന സമീപനത്തിൻ്റെ പേരാണ് പുരുഷത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വയലാറിൻ്റെ തെറ്റുപറ്റിപ്പോയി. ഞാൻ വയലാറിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ തെറ്റുപറ്റിപ്പോയെങ്കിൽ തെറ്റുപറ്റിപ്പോയത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അതുകൊണ്ട് ദയവായി നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യരല്ല മതം സൃഷ്ടിച്ചത്, പുരുഷനാണ്. ഇന്നും എല്ലാ മതങ്ങളും പുരുഷ മേൽക്കോയ്മയുടെ വിഷം തുപ്പിക്കൊണ്ടാണ് കഴിയുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ കൂടെ മാത്രമേ എം മുകുന്ദൻ്റെ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന സത്യം, ഇത് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് 20 വർഷമെങ്കിലുമായി. അതുകൊണ്ട് എനിക്കിതൊരു പുത്തരിയല്ല. അതുകൊണ്ട് ഇത് സംബന്ധമായി എനിക്കുള്ള വ്യക്തമായ അറിവുകൾ, നിലപാടുകൾ എന്ന് അല്പം അത് വിശദീകരിച്ച് പറയുവാൻ സാധ്യമല്ല. ഒരു മുൻരുചി എന്ന പോലെ മാത്രം ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാനിപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ സാഹചര്യത്തിൽ വളരെ വളരെ ശക്തമായി വ്യക്തമായി ജ്വലിച്ചു നിൽക്കുന്ന മറ്റൊരു പേരുണ്ട്. ആ പേര് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നാം ഏവരും ഒന്നുപോലെ ബഹുമാനിക്കുന്ന പേരാണ്. ആ പേര് നാരായണ ഗുരു എന്നാണ്. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ ഓർക്കുന്ന ഒരു ആത്മീയ വ്യക്തിത്വമാണ് നാരായണ ഗുരുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോട് എനിക്ക് ആത്മീയമായ വളരെ അടുപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ നമുക്കറിയാം. അതിലൊന്നാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രസ്താവന. അതിനെ നിങ്ങൾ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ വിധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, മനുഷ്യൻ നന്നാകുന്നതിൽ മതത്തിന് യാതൊരു പങ്കുമില്ല എന്ന ആശയം തന്നെയാണ്. പക്ഷേ ആ ആശയത്തിലല്ല ഗുരുവിൻ്റെ ഈ പ്രസ്താവന പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ളത്, അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ ധാരണ ഇന്ന മതത്തിൽ ചേർന്നെങ്കിലേ എനിക്ക് നന്നാകാനൊക്കത്തുള്ളൂ. നന്നാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഒന്നോണം സ്വർഗം കിട്ടും, അല്ലെങ്കിൽ അടുത്ത ജന്മം കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് കിട്ടും, അതാണ് മനുഷ്യൻ നന്നാകുക എന്നതിൻ്റെ മതപരമായ വ്യാഖ്യാനം. അത് സംഭവിക്കണമെങ്കിൽ ഇന്ന മതത്തിലായിരിക്കണം. എന്നാൽ ഇന്ന മതത്തിലായാൽ മാത്രം പോരാ, ഇന്ന മതത്തിലെ ഇന്ന കക്ഷിക്കാരുടെ കൂടെ ആകണം. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന സഭയിൽ ചേരണം, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ ആയിരിക്കണം എന്നുള്ള പ്രത്യേകമായ നിർബന്ധങ്ങൾ. ഇതൊക്കെയും ആത്മീകമായ അർത്ഥശൂന്യമായ നിബന്ധനകളാണ്. ഇത് മതത്തിൻ്റെ സ്വഭാവമാണ്. കാരണം മതം മനുഷ്യനെ നിയന്ത്രിക്കുവാനായി ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനമായി കരുതപ്പെടുന്നത് മതത്തിൻ്റെ നിയമങ്ങളാണ്. നിയമങ്ങൾ നിങ്ങൾ ഏത് വക്കീലിനോട് ചോദിച്ചു നോക്കൂ. നിയമം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സംരക്ഷിക്കുവാനാണ് നിർമ്മിക്കപ്പെടുന്നതും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ ആകമാനമായ നിയമത്തിൻ്റെ സ്വാധീനം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട്, എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഇത് നിയമപരമായ ഒരു ആശയമാണ്. അത് കൂടുതലായി ഞാനത് പ്രതിപാദിച്ച സമയം കൈവിട്ടു പോകുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ആ വിഷയം ഉപേക്ഷിക്കട്ടെ. അപ്പോൾ മതം, ഇനിയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മുകുന്ദൻ പറയുന്നത്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 20 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്, മനുഷ്യന് ദൈവസങ്കല്പം ആവശ്യമാണ്.
ഞാൻ എൻ്റെ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും. ഞാൻ ദൈവമെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവസങ്കല്പം എന്നേ പറഞ്ഞുള്ളൂ. കാരണം മനുഷ്യരുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ദൈവമല്ല, ദൈവസങ്കല്പങ്ങൾ മാത്രമാണ്. നിത്യനായ ദൈവത്തെ, സർവ്വവ്യാപിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ഒരു വിധത്തിലും അതിര് കൽപ്പിക്കാൻ വയ്യാത്ത നിസ്സീമമായ സാധ്യതകളുടെയും വ്യക്തിത്വത്തിൻ്റെയും ഉടമയായി പ്രപഞ്ചത്തെക്കാൾ വലിയ വ്യക്തിത്വമുള്ളൊരു ദൈവത്തെ മനുഷ്യൻ്റെ അറിവെന്ന് പറയുന്ന ചെറിയ ചെറിയ ആ ഒരു ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ സാധ്യമല്ല എന്ന് വളരെ വിശദമായിട്ട് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പണ്ട് ഭാരതത്തിൻ്റെതായ ഒരു കഥയുണ്ട്, നമുക്കറിയാം. 5 അന്ധരായ ആളുകൾക്ക് ആനയെ കാണാൻ പോയ കഥ. അവരന്ധരായിരുന്നു, അതുകൊണ്ട് ആനയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ടു. അതുകൊണ്ട് ആനയൊരു തൂണാണെന്നും ആനയൊരു വിശറിയാണെന്നും ആനയൊരു പാറയാണെന്നും ഒക്കെ അവർ പറഞ്ഞ് ചണ്ട കൂട്ടി എന്ന കഥയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങൾ. എന്നാൽ നാം വെച്ചു പുലർത്തുന്ന ദൈവസങ്കല്പങ്ങളുടെ പരിമിതി മനസ്സിലാക്കാൻ നാം കൂട്ടാക്കാതെ എൻ്റെ സങ്കല്പം മാത്രമാണ് ആത്യന്തികമായ സങ്കല്പം, മറ്റാരുടെയും സങ്കല്പത്തിന് വില കൽപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ദൈവസങ്കല്പത്തെ സഹിക്കുന്നവൻ നരകത്തിൽ പോകും, അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന പൈശാചികമായ കിരാതനമായ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ, നിലപാടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഇടയിൽ ഇത്രമാത്രം വിഷം കലർത്തുവാൻ മതങ്ങൾക്ക് ഇടയായി. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മനുഷ്യനിൽ നിന്ന് അകറ്റുവാൻ ദൈവസങ്കല്പത്തെ ഉപയോഗിക്കുന്ന പ്രസ്ഥാനമാണ് മതം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്, മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ മനുഷ്യത്വത്തിലേക്ക് പുരോഗമിക്കണമെങ്കിൽ അവൻ ആദ്യം വേണ്ടത് മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതലാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, ക്രിസ്ത്യാനികളെ അമ്പരപ്പിക്കുന്ന ഒരു പരമസത്യം ഞാനിപ്പോൾ വെളിപ്പെടുത്തട്ടെ. ഇത് ഞാൻ പഠിച്ചത് നസ്രേനായ യേശുവിൻ്റെ പഠിപ്പീരുകളിൽ നിന്ന് മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നവനാണ്. നിങ്ങൾ യേശുവിൻ്റെ പ്രസ്ഥാനത്തെയും പ്രസ്താവനകളെയും ഇടപെടലുകളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശു രാഷ്ട്രീയമായ വിടുതലിനെ പറ്റി അല്ലെങ്കിൽ മോചനത്തെപ്പറ്റി അല്ല പരാമർശിച്ചത്, മതപരമായ മോചനത്തെ, മതത്തിൽ നിന്നുള്ള മോചനത്തെ പറ്റിയാണ് യേശു പരാമർശിച്ചത്. തന്നെയുമല്ല, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, എല്ലാറ്റിനെയും ഏകോപിപ്പിക്കുന്ന ലക്ഷ്യം, മനുഷ്യൻ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിമുക്തനായി അവൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തോട് ബന്ധം പുലർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഇനിയും ദൈവസങ്കല്പം എന്താണ് എന്നതിനെപ്പറ്റി ഒരു ചെറിയ ഒരു വെളിപ്പെടുത്തൽ മാത്രം ഞാൻ നടത്തട്ടെ. നാം ഐതിഹാസികമായി ചരിത്രപരമായി നോക്കുമ്പോൾ ഈ ദൈവങ്ങളെ സൃഷ്ടിച്ചത് മുഴുവനും, അല്ലെങ്കിൽ ഈ ദൈവങ്ങളെ അല്ല, ദൈവസങ്കല്പങ്ങളെ സൃഷ്ടിച്ചത് മുഴുവനും മനുഷ്യനാണ്. ഇപ്പോൾ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിലും ഗ്രീസുകാരുടെ മതത്തിലും ഉണ്ടായ എല്ലാ ദൈവസങ്കല്പങ്ങളും ഹോമർ എന്ന് പറയുന്ന കവിയുടെ ഇലിയഡ്, ഓഡിസി എന്ന് പറയുന്ന 2 മഹാകാവ്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഒരു കവിയുടെ സർഗാത്മകതയിൽ നിന്നാണ് ഒരു ജനതയുടെ ദൈവസങ്കല്പം പിറന്നു വീണത് എന്നുള്ളത് ചരിത്രപരമായ, ഒരിക്കലും നിഷേധിക്കാൻ വയ്യാത്ത അനിഷേധ്യ സത്യമാണ്. ഇപ്പോൾ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് മഹാഭാരതമെന്നും രാമായണമെന്നും പറഞ്ഞ് 2 മഹാകാവ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ദൈവസങ്കല്പങ്ങൾ വളരെ വ്യക്തമായി പ്രാപിക്കുവാൻ ഒരു ജനത്തിന് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നാം ഏത് ജനതയുടെയും മതപരമായ ചരിത്രം പരിശോധിച്ചാൽ ദൈവസങ്കല്പങ്ങളെ ജനങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുന്നതിന് സാഹിത്യം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകുന്ദൻ നടത്തിയ ഈ പ്രസ്താവനയിൽ മാർപ്പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വേദപുസ്തകം വായിക്കുന്നത് പോലെ തന്നെ സാഹിത്യവും വായിക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞതിനെ വളരെ ബഹുമാനത്തോടുകൂടെ മുകുന്ദൻ പരാമർശിച്ചത് ഈ സമയത്ത് ഞാനും ശരിവെക്കുകയാണ്. കാരണം സത്യമായി ഞാൻ പറഞ്ഞാൽ എൻ്റെ സാഹിത്യ ജീവിതം
എൻ്റെ ആത്മീയ വർധനയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സങ്കുചിതമായ വർഗീയ മതപരമായ വികാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറത്ത് വിശാലമായ ഒരു ലോകം കണ്ടെത്തുവാൻ എന്നെ സഹായിച്ചത് ആത്മീയതയിൽ കൂടെ പ്രാപിക്കുന്ന സർഗാത്മകതയുടെ കണ്ണിൽ കൂടെ നാം നോക്കുമ്പോഴാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ ചിത്രീകരിക്കുന്നത് അവൻ സൃഷ്ടികർത്താവായിട്ടാണ്. എല്ലാ സർഗാത്മകതയുടെയും ഉടമ അല്ലെങ്കിൽ ഉറവിടം, സ്രോതസ് ദൈവമാണ്. അപ്പോൾ സർഗാത്മകത ഇല്ലാത്തവൻ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സർഗാത്മകതയുടെ ആധികാരിക സ്വഭാവം നിലവിലിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും അതിജീവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് എഴുത്തുകാരനെയോ കലാകാരനെയോ ശ്രദ്ധിക്കൂ, അവരുടെ പ്രത്യേകത എന്താണ്? നിലവിലിരിക്കുന്ന ആശയങ്ങൾ, അറിവുകൾ, അനുഭവങ്ങൾ, സങ്കല്പങ്ങൾ, താല്പര്യങ്ങൾ, അവയ്ക്ക് അതീതമായി അതിമനോഹരമായ സാധ്യതകളുടെ ഒരു ചക്രവാളമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഈ ഓരോ ചിന്തകരും എഴുത്തുകാരും കലാകാരന്മാരും അവരുടേതായ വിധത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഷേക്സ്പിയറുടെയോ മിൽട്ടൻ്റെയോ ദാന്തയുടെയോ ഹോമറിൻ്റെയോ കാളിദാസിൻ്റെയോ ഡോസ്റ്റോവസ്കിയുടെയോ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ കൃതികൾ വായിക്കുമ്പോൾ ഞാൻ അറിഞ്ഞ ഈ ലോകം, ഞാൻ അറിഞ്ഞ ഈ ബ്രഹ്മാണ്ടം, അതിനെപ്പറ്റിയുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പകാലം മുതലേ പ്രാപിച്ച വളരെ സങ്കുചിതമായ ദൈവസങ്കല്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ബോധം ജനിക്കുന്നതിന് മുൻപേ കുത്തിവെച്ച ദൈവബോധം, അതിനെ അതിജീവിക്കുക ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന മര്യാദയായി അല്ലെങ്കിൽ നീതിയായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ എല്ലാ മതങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകൾ, അവരുടെ കുഞ്ഞാടുകളോട് പറയുന്നത് നിങ്ങൾ വായിക്കരുത്, നിങ്ങൾ അന്വേഷിക്കരുത്, നിങ്ങളുടെ മനസ്സ് വളരരുത്, നിങ്ങളുടെ ബോധതലങ്ങൾ ഉയരരുത്. കാരണം ഇങ്ങനെ സങ്കുചിതമായ അവസ്ഥയിലും കാഴ്ചപ്പാടിലും ആയിരിക്കുന്ന മനുഷ്യരെ മാത്രമേ ആടും മാടുമായി കണ്ട് അവരെ കറവ പശുക്കളെ പോലെ ഉപയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇത് മതങ്ങൾ മനുഷ്യരോട് കാട്ടുന്ന അതീവ ക്രൂരമായ ഭീകരമായ അനീതിയാണ്. ഇതുകൊണ്ട് മനുഷ്യജാതിക്ക് വന്നിട്ടുള്ള വലിയ വലിയ കോട്ടങ്ങൾ, നഷ്ടങ്ങൾ എത്ര വലുതാണ് എന്ന് ജനം തിരിച്ചറിയണം. അതുകൊണ്ടാണ് മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ മനുഷ്യൻ മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിരുകളും വിട്ട്, മൃഗീയതയുടെ പോലും അതിര് വിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഏത് വനത്തിലും പോയി നോക്കിക്കൊള്ളൂ, ഏതെങ്കിലും ആശയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ പേരിലോ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊല്ലാറില്ല. മൃഗങ്ങൾ മൃഗത്തെ കൊല്ലാറുണ്ട്, അത് വിശപ്പിൻ്റെ ഭ്രാന്ത് പിടിക്കുമ്പോഴാണ്. അല്ലാതെ മനുഷ്യനെ കൊന്നിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് പറഞ്ഞ് ഒരു മൃഗവും പ്രവർത്തിക്കും. അതുകൊണ്ട് മതത്തിൻ്റെ മേഖലയിൽ മനുഷ്യൻ മൃഗീയമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് മൃഗങ്ങളോട് കാണിക്കുന്ന അനീതിയാണ്. മൃഗങ്ങൾക്കും കുറച്ചൊക്കെ നീതിബോധമുണ്ട്, അവർക്കും അവരുടേതായ അതിർവരമ്പുകളുണ്ട്. പക്ഷേ എല്ലാ അതിർവരമ്പുകളെയും കവച്ചു വെച്ച് അനീതിയുടെ കാളരാത്രിയിൽ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കത്തക്ക സ്വാധീനം മതത്തിന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു വലിയ ശാപം തന്നെയാണ്. എന്നാൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ ദൈവസങ്കല്പങ്ങൾ പരിമിതമാണ് എങ്കിൽ പോലും മതത്തിൻ്റെ ഈ പ്രത്യേകമായ അപകടത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ ദൈവസങ്കല്പത്തിന് കഴിയും. കാരണം ഞാൻ പഠിച്ചിടത്തോളം നിങ്ങൾ ഏത് മതം നോക്കിയാലും അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവസങ്കല്പവും അതിൻ്റെ മത അധ്യക്ഷന്മാരും കച്ചവടക്കാരും മനുഷ്യർക്ക് വിളമ്പിക്കൊടുക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ധാരണകളും പരസ്പര വിരുദ്ധമാണ്, യാതൊരു പൊരുത്തവുമില്ല. അതുകൊണ്ട് ഞാൻ മുകുന്ദൻ്റെ പ്രസ്താവനയെ 100% ശരിവെക്കുന്നു. മനുഷ്യർക്ക് ദൈവസങ്കല്പങ്ങൾ ആവശ്യമാണ്, പക്ഷേ മതപരമായ അടിമത്തം അവന് വലിയ അപകടമുണ്ടാക്കുന്നു, അതവൻ്റെ മനുഷ്യത്വത്തെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് മതത്തിൽ നിന്നുള്ള മോചനവും ദൈവസങ്കല്പത്തോടുള്ള സ്പഷ്ടതയുമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം. അതിലേക്ക് ശ്രമിക്കാൻ, അതിലേക്ക് പുരോഗമിപ്പാൻ നമുക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.